നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സീറോ ആം സർക്കിൾ വളരെ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തായ്ലൻഡ് ഒരു ട്രിപ്പിൽ പോയാലോ? തായ്ലൻഡ് ഏഷ്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ബാങ്കോക്ക് സിറ്റി, അതുപോലെ തന്നെ പട്ടായ. ഈ പ്രധാനപ്പെട്ട രണ്ട് ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ സീറോ ഹാമിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇനി തായ്ലൻഡ് ബാങ്കോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ദുഷ്പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്, പല സ്ഥലങ്ങളിലും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഞാൻ പോയിട്ടുണ്ട്, ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഏരിയാസ് ഉണ്ട്, ലൈക്ക് കോറൽ ഐലൻഡ്, പട്ടായ സിറ്റി, അതുപോലെ ബാങ്കോക്കിൽ തന്നെയുള്ള ഒത്തിരി മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും സിറ്റിയുടേതും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്, മസാജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തായ് മസാജ്, അതിനകത്ത് വേറെ എന്താ അർത്ഥത്തിലല്ല, ശരിയായ രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതും നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ഒരു സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ അല്ലെ കോളേജിൽ നിന്നൊക്കെ എക്സ്കർഷൻ ടൂറൊക്കെ പോകുന്ന പോലെ പോയാലോ, വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അവസരമായിരിക്കും. നമുക്ക് സീറോ ഹാം ഇപ്പോൾ അടുത്ത 6 മാസത്തേക്ക്, ഇത് ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തേക്ക് ഒരു പ്രൊമോഷൻ പ്രോഗ്രാമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെ ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സീറോ ഹാം സർക്കിൾ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീറോ ഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, വളരെ സിമ്പിളായിട്ട് ചെയ്യാം, വണ്ടർഫുൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന മറ്റേത് പ്രൊഡക്റ്റിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഗ്ലാസ് ബോട്ടിൽസിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ്. സ്വന്തം ഫാം, സ്വന്തം എക്സ്ട്രാക്ഷൻ, നാനോ ടെക്നോളജി, എൻക്യാപ്സുലേഷൻ, ഗ്ലാസ് ബോട്ടിൽസ്, ഹോം ഡെലിവറി, അതും ഇന്ത്യ പോസ്റ്റിൽ. ഇത്രയൊന്നും ഉള്ള ഒരു കമ്പനി ഇല്ല. ഇനി അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ വിലയോ, ഇന്ന് മാർക്കറ്റിലുള്ള പല പ്രോഡക്റ്റിനേക്കാളും പകുതി താഴെ വിലയും, അത് കമ്മീഷൻ ആണെങ്കിലോ 3 ഇരട്ടിയോളം വരുമാന സാധ്യതയും. ഇങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊജക്ട് നിങ്ങൾക്ക് കിട്ടാൻ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം. സോ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് നിങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ സ്പോൺസർ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങളെ ഞാൻ തായ്ലൻഡിൻ്റെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തന്നെ ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. തന്നെയല്ല, തായ്ലൻഡ് ട്രിപ്പിന് അഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ പട്ടായ ആൻഡ് ബാങ്കോക്ക് 4 ദിവസത്തെ മിനിമം ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് പട്ടായ സിറ്റി. അവിടെ പട്ടായയിൽ കോറൽ ഐലൻഡും അൽക്കസാർ ഷോയും ബാങ്കോക്ക് സിറ്റിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു പോയിന്റ് സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ നമ്മൾ സർട്ടൻ പോയിന്റ്സ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. 2 റാങ്കാണ് നമ്മുടെ ബിസിനസ്സിനകത്തുള്ളത്. ഒന്ന് സീറോ ഹാം കോച്ചസ്, 2 സീറോ ഹാം BDM. കോച്ചസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ലെവലാണ്, അവർക്ക് കുറച്ച് ബിസിനസ് വോളിയം മതി. മറ്റേത് BDM എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടും സീനിയർ ആയിട്ടുമുള്ള ലെവലാണ്, അവർക്ക് കൂടുതൽ പോയിന്റ്സ് അവർക്ക് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. പക്ഷേ രണ്ട് കൂട്ടർക്കും വളരെ ലളിതമായിട്ട് തന്നെ ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമ്മളിതിൻ്റെ പ്രൊമോ പീരീഡ് 1 ഏപ്രിൽ മുതൽ 30 സെപ്റ്റംബർ വരെയാണ്. ഈ 6 മാസത്തെ ടൈമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഇതുപോലത്തെ കമ്പനികളൊക്കെ വെറും 3 മാസം സമയം കൊണ്ടാണ് ടാർഗറ്റ് ഇടുന്നത്. ഇവിടെ നമ്മൾ 6 മാസത്തെ സമയമാണ് ഇട്ടിരിക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കോച്ചസിന് എങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നത്, BDMന് എങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ് കിട്ടാൻ കോച്ചാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ വെറും 15,000 രൂപയുടെ ബിസിനസ് നിങ്ങൾ ചെയ്താൽ ഒരു മാസം 15,000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഓരോ 15,000 രൂപയ്ക്കും ഒരു പോയിന്റ് വെച്ച് കിട്ടും. അതായത് 15,000 രൂപയുടെ ബിസിനസ് ഇപ്പോൾ ഏപ്രിൽ തുടങ്ങിയാൽ ഏപ്രിൽ 1 മുതൽ 30 വരെ നിങ്ങൾ 30,000 രൂപയുടെ ബിസിനസ് ചെയ്താൽ 2 പോയിന്റ് കിട്ടും. 40,000 രൂപയുടെ ചെയ്തെങ്കിൽ 2 പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ 15,000 രൂപയുടെ മൾട്ടിപ്പിൾസിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. 15,000 രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. അത് ഈ പ്രാവശ്യം ഏപ്രിൽ 40,000 ചെയ്തു, ഇനി 20,000 അടുത്ത 5,000 മെയിൽ ചെയ്താൽ അത് കിട്ടില്ല. ഓരോരോ മാസത്തെയും ഏത് പോയിന്റ് മാത്രമാണ് അത് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. സോ ഓരോ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടുന്നുണ്ടാവും. ഇനി അങ്ങനെ നിങ്ങൾക്ക് 40 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാം. നിങ്ങൾക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു മാസം ഒരു 10ഓ 20ഓ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നല്ല വരുമാനമുണ്ട്. വരുമാനവും ഞാൻ പറയാം ഒരു കോച്ചിന് എത്ര കിട്ടുന്നുള്ളൂ. ഇനി ഇപ്പോൾ BDMസിനാണെങ്കിൽ എന്താ ചെയ്യുക, BDMസിന് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം,
BDMന്റെ സെൽഫ് പർച്ചേസ്, അതായത് BDMന്റെ ലിങ്കിൽ BDM സ്വന്തം ഉപയോഗത്തിനോ കസ്റ്റമറിനോ വേണ്ടി ചെയ്യുന്ന ഓരോ 15,000 രൂപയ്ക്കും ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. നിങ്ങളുടെ കൂടെ വരുന്ന കോച്ചസിനെ കൊണ്ട് അവരുടെ ബിസിനസ്സിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുക. ഓരോ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോച്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കോച്ചസ് ചെയ്താൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിനും പോയിന്റ്, രണ്ടും ഈക്വൽ വോളിയത്തിനാണ് പോയിന്റ് കിട്ടുക. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ BDMസിന്റെ കൂടെ കോച്ചസ് മാത്രമല്ല, വേറെ BDMസും ഉണ്ടാവും. ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഈ ബിസിനസ് ശരിയായ രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയ അവസരമാണ്. നിങ്ങൾക്ക് ചില BDMസ് മാത്രമേ ഉള്ളൂ, ചില BDMസിന് കോച്ചസ് മാത്രമേ ഉള്ളൂ. കുറെ പേർക്ക് BDMസും കോച്ചസും ഉണ്ട്. പക്ഷേ നമ്പർ ഓഫ് കോച്ചിന്റെ എണ്ണം കൂട്ടാനും നമ്പർ ഓഫ് BDMസിന്റെ എണ്ണം കൂട്ടാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ബിസിനസ്. തായ്ലൻഡിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്ത് തായ്ലൻഡ് അച്ചീവ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് നല്ലൊരു സ്ട്രക്ചറിലും നല്ല വരുമാന സാധ്യതകളും, പിന്നെ അങ്ങോട്ട് നിങ്ങളെ എത്ര നാൾ ബിസിനസ് ചെയ്യുന്നോ അത്രയും നാൾ നിങ്ങൾക്ക് നല്ല വരുമാന സാധ്യത ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. സോ തായ്ലൻഡിൽ പോകാൻ വേണ്ടി മാത്രമല്ല, 6 മാസത്തെ വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ബിസിനസ് സെറ്റ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് കൂടുതൽ കോച്ചസിനെയും കൂടുതൽ BDMസിനെയും ഇപ്പം തന്നെ റിക്രൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ BDMസും കോച്ചസും ക്വാളിഫൈ ചെയ്തവരും ഉണ്ടാകും, ക്വാളിഫൈ ചെയ്യാത്തവരും ഉണ്ടാകും. സോ ക്വാളിഫൈ ചെയ്യാത്ത BDMസിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലെവൽ 1, അതായത് നിങ്ങൾ പേഴ്സണലി കൊണ്ടുവന്ന BDMയിൽ നിന്ന് ഓരോ 30,000-നും ഒരു പോയിന്റ് കിട്ടും. ഞാൻ നേരിട്ട് ഞാൻ കൊണ്ടുവന്ന ഓരോ BDMും അവരുടെ ബിസിനസ്സിൽ നിന്ന് 30,000 രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ബിസിനസ്സും അതോടൊപ്പം തന്നെ അവരുടെ കോച്ചിന്റെ ബിസിനസ്സും. സോ പേഴ്സണലും കോച്ചും കൂടെ ചേർന്ന് അവർ ചെയ്യുന്ന ബിസിനസ് ഓരോ 30,000-നും ഒരു പോയിന്റ് കിട്ടും. ഇനി ലെവൽ 2 അവർ കൊണ്ടുവരുന്ന BDM, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്ന BDMന്റെ താഴെ മറ്റൊരു BDM വന്നാൽ ഓരോ 45,000 രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. അതിന്റെ താഴെ ഒരു ലെവൽ വന്നാൽ ഓരോ 60,000 രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്. നിങ്ങളുടെ കൂടെയുള്ള കുറെ BDMസിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. കുറെ പേരെ രജിസ്റ്റർ ചെയ്ത് വാട്സപ്പിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അവരെ കൂടെ നടന്ന് അവരുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും ലെയർ ക്രിയേറ്റ് ചെയ്താൽ സെറ്റ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാവും. ഈ BDM തായ്ലൻഡ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു മാസം 1 ലക്ഷത്തിൽ കുറയാത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അവസരമാണ്. ബിസിനസ് വേണ്ട ഇത് സ്ട്രക്ചർ ചെയ്യുക. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കോച്ചിൽ നിന്ന് 15,000 രൂപയ്ക്ക് ഒരു പോയിന്റ്, BDMന്റെ ലെവൽ 1ൽ നിന്ന് 30,000 രൂപയ്ക്ക് ഒരു പോയിന്റ്, ലെവൽ 2 BDMൽ നിന്ന് 45,000 രൂപയ്ക്ക് ഒരു പോയിന്റ്, ലെവൽ 3 BDMൽ നിന്ന് 60,000 രൂപയ്ക്ക് ഒരു പോയിന്റ് ആണ് കിട്ടുക. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ലെയറിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പം അത് ക്വാളിഫൈ ചെയ്യാത്ത നിങ്ങളുടെ കോച്ചും BDMന്റെയും കാര്യമാണ്. ഇനി ഇതാണ് സംഭവം. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിന്ന് 15,000 രൂപയ്ക്ക് ഒരു പോയിന്റ്, നിങ്ങളുടെ സ്വന്തം ലെവലിൽ നിന്നും 15,000 രൂപയ്ക്ക് ഒരു പോയിന്റ്. ഇനി ഇതാണ് സെക്കൻഡ് തേർഡ് ലെവലിൽ നിന്ന് വരുന്ന പോയിന്റ്. അതായത് നിങ്ങളുടെ സെൽഫ് ലെവലിൽ 15,000 രൂപയ്ക്ക് ഒന്ന്, ലെവൽ 2 ലെവൽ 3 വരെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രക്ചർ ചെയ്താൽ ഫസ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് സപ്പോസ് 5 BDM ഉണ്ടെന്ന് വെക്കുക. ആ ഓരോ BDMസിനും ഈ 2 BDMസിനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ സെക്കൻഡ് ലെയറിൽ നിങ്ങൾക്ക് 10 BDMസ് ഉണ്ടാകും. അത് ഓരോരോ 2 3 പേരെ ചെയ്താൽ തേർഡ് ലെയറിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് BDM രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഇത് മുഴുവൻ നിങ്ങളുടെ കൗണ്ട് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസ് ബോണസിന് കൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതിനെ നിങ്ങൾ തായ്ലൻഡിൽ പോകാനുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇതിനെ കാണരുത്. ബിസിനസ് സ്ട്രക്ചർ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ കുറേ സമയം ചെലവഴിക്കണം, കുറേ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു മാർഗ്ഗമാണ്. 10 20 വർഷം ജോലി ചെയ്ത് 50,000-നോ 1 ലക്ഷത്തിനോ ജോലി ചെയ്യുന്ന പോലെ അല്ല. ഇതൊരു 6 മാസം നിങ്ങൾ ഇറങ്ങി സ്ട്രക്ചർ ചെയ്യുക, നിങ്ങളുടെ സ്ഥിര വരുമാനം ഉണ്ടാവും. സാധാരണ ഇതുപോലത്തെ ഡയറക്ട് സെല്ലിംഗ് പോലെ മാച്ചിങ്ങിന്റെ പ്രശ്നം ഒന്നും ഇതിനകത്ത് വരാത്തതുകൊണ്ട് തന്നെ ഒരിക്കൽ ടീം സെറ്റ് ചെയ്താൽ നിങ്ങളുടെ വരുമാനം സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് അറിയാം. പ്രോഡക്റ്റ് രണ്ടാമത് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ടീം സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരം, ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക, ഇതൊരു അവസരമായിട്ട് ഏറ്റെടുക്കുക, നമുക്കൊരു മോട്ടിവേഷനായിട്ട് ഏറ്റെടുക്കുക. അപ്പോൾ തായ്ലൻഡിലും പോകാം, ബിസിനസ്സും സെറ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവും. സോ 3 ലെയർ. ഇത് നോൺ ക്വാളിഫൈഡ് ആണ്. ഇനി ക്വാളിഫൈ ചെയ്യുന്ന കോച്ചോ BDM ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒരാളെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണം, കൂടുതൽ പോയിന്റ്സ് കിട്ടും. ക്വാളിഫൈ ചെയ്താൽ നിങ്ങളുടെ കൂടെ ഒരു കോച്ചിനെ ക്വാളിഫൈ ചെയ്താൽ ആ കോച്ചിന്റെ ബിസിനസ് വോളിയം ആഡ് ചെയ്യത്തില്ല, പക്ഷെ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. വെറും 6 കോച്ചസിനെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫൈഡ് ആയി. ആ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഒരു BDMനെ ക്വാളിഫൈ ചെയ്താൽ ഫസ്റ്റ് ലെവലിൽ ഇരട്ടി പോയിന്റ് കിട്ടും, 20 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. 3 BDM നിങ്ങളുടെ താഴെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ ലെവലിലും ബിസിനസ് വോളിയം ഉണ്ടായിരിക്കണം. വെറുതെ 3 പേര് വന്നാൽ നിങ്ങളെ കൊണ്ടുപോയില്ല. പക്ഷെ നിങ്ങളും കൂടെ വർക്ക് ചെയ്ത് അവരെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങളുടെ പേഴ്സണൽ ലെവലിലും കുറച്ച് ബിസിനസ് ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞ് ഒരു 25,000 ബിസിനസ് എങ്കിലും ഉണ്ടായിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് 20 പോയിന്റ് ആണ് ഫസ്റ്റ് ലെയറിലെ BDM ക്വാളിഫൈ ചെയ്താൽ.
അവരെ കൂടെ നടന്ന് സമയം ചെലവഴിക്കുക, അവരെ ചെലവഴിക്കാനല്ല, സമയം ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ ക്വാളിഫൈ ചെയ്യുക, അവരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ബിസിനസ്സും ജീവിതവും ഒക്കെ മാറുന്നുണ്ടാവും. സെക്കൻഡ് ലെയറിൽ ഒരു BDM ആണെങ്കിൽ, ഇപ്പം ഞാനൊരു BDM-നെ കൊണ്ടുവന്നു, എൻ്റെ കൂടെ വന്ന് മറ്റൊരു BDM-ൻ്റെ കൂടെ നിങ്ങൾക്ക് പോകാം. അവരുടെ കൂടെ എൻ്റെ താഴെയുള്ള എൻ്റെ ഫസ്റ്റ് ലെയറിലുള്ളതിന് സെക്കൻഡ് ലെയറിൽ അവരുടെ കൂടെയും പോകണം. നിങ്ങൾ സമയം ചെലവഴിക്കണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ അവരെ സെറ്റ് ചെയ്താൽ ഒരു 10 പോയിന്റ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, 10 പോയിന്റ് ഒരാളെ ക്വാളിഫൈ ചെയ്താൽ കിട്ടും. ദെൻ അതിൻ്റെ താഴെ വരുന്ന ആളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയും അവരുടെ കൂടെ നടന്ന് അവരെ ചെയ്യിപ്പിക്കുക. 3 ലെയറിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ടീം സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, തായ്ലൻഡിൽ നിങ്ങളൊരു BDM-നെ, 3ാമത്തെ ലെയറിൽ നിന്ന് ഒരു BDM-നെ തായ്ലൻഡിൽ കൊണ്ടുപോയാൽ അയാൾ ജീവിതത്തിൽ ബിസിനസ് നിർത്തിയല്ല. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ശരിക്കും പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന, ചിലപ്പോൾ 10, 15, 20 വർഷം പല സാധനങ്ങളും നെറ്റ്വർക്കോ അല്ലെങ്കിൽ പല ബിസിനസ്സുകളും ചെയ്തിട്ടോ ഇപ്പോഴും പാസീവ് ഇൻകം എന്ന് എഴുതി വെച്ചതല്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അത് ഭയങ്കര എഫേർട്ട് എടുത്താൽ മാത്രമല്ല, ഈസി ആയിട്ട് നടക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അടുത്ത 6 മാസം നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഫീൽഡിലും അല്ലാതെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. ആദ്യം ചെയ്യേണ്ടത് കുറേ കോച്ചസിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. രണ്ടാമത് കുറച്ച് BDMs-നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഉള്ള കോച്ചസും BDMs-ൻ്റെയും താഴെ നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ജീവിതം വേറെ ലെവലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യം. കോച്ചസിന് 10 പോയിന്റ്, ഫസ്റ്റ് ലെയർ പച്ച കളറുള്ള BDM-ന് 20 പോയിന്റ് ലെവലിൽ, മെറൂൺ കളറിൽ ഒരു BDM ക്വാളിഫൈ ചെയ്താൽ 10 പോയിന്റ്, അതിൻ്റെ താഴെ ക്വാളിഫൈ ചെയ്താലും 10 പോയിന്റാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെറും 11 മാസം കൊണ്ട് 25 വർഷം മുമ്പ് ഞാനൊരു മാസം 75,000 രൂപ വരുമാനം ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട്. അപ്പം ഇത് പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ട്, അത് ഉപേക്ഷിച്ചിട്ട് 6 മാസം ലീവ് എടുത്തിട്ട് ഇറങ്ങിയാൽ പോലും നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം ഞാൻ ഇതുവരെ ഇപ്പം ഈ 0 തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ടീം സെറ്റ് ചെയ്യേണ്ട സമയമാണ്. ഇറങ്ങി നിങ്ങൾ പോയാൽ അതിന് വേറൊരാളെ നോക്കിയിരിക്കരുത്. ഇനി കമ്പനി എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി വേറൊരാളെ കണ്ടുപിടിക്കുക, അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, നല്ല നല്ല ആൾക്കാരിലേക്ക് ഈ സാധനം എത്തിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു കോച്ചിനെ ക്വാളിഫൈ ചെയ്യാം. ചിലർ പറയും കോച്ചിന് ഒത്തിരി വോളിയാണ്. ആ കോച്ച് റീറ്റെയിൽ ചെയ്യുന്നൊരു കോച്ചാണെങ്കിൽ ഇറങ്ങി, എനിക്കറിയാവുന്ന ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ കേരളത്തിൽ മാസം 1-2 ലക്ഷം രൂപ റീറ്റെയിൽ ചെയ്യുന്ന ആളുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചത് ഒരു 500 രൂപയുടെ മാത്രം റീറ്റെയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തുക, അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ എത്തേണ്ടത്. അവരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം. കാരണം ഇന്ന് സീറോ ഹാമിന്റെ പ്രൊഡക്റ്റിനുള്ള സപ്പോർട്ട് ഇന്ന് ഇന്ത്യയിൽ ഒരു വെൽനസ് കമ്പനിക്കും ഇല്ല. ഈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇല്ല. എന്നിട്ട് 10 വർഷം തപസിരുന്നാലും കിട്ടിയല്ല. ഈ വിലക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ക്വാളിറ്റി, ഈ വില, ഇത്രയും സപ്പോർട്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുള്ള സപ്പോർട്ടുകൾ, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും എങ്ങും കിട്ടിയല്ല. എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ സാധാരണ ലോക്കൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് 1, 2, 3 ലക്ഷം രൂപ മാസം റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കോച്ച് ക്വാളിഫൈ ചെയ്താൽ അവരുടെ മോട്ടിവേഷൻ എന്താണ്? അവർക്ക് 6 ലക്ഷം രൂപ ബിസിനസ് വേണ്ടെന്നുള്ളതല്ല, 6 ലക്ഷമല്ലേ ഉള്ളൂ. അങ്ങനെ പറയുന്നിടത്താണ് സംഭവിക്കുന്നത്. 1 ലക്ഷം രൂപയെങ്കിലും മിനിമം വരുമാനം കിട്ടും. സ്മാർട്ടായിട്ട് ചെയ്താൽ 1.25 ലക്ഷം രൂപ വരുമാനം, 1,40,000 രൂപ വരെ ഈ കോച്ചിന് 6 മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അത് കമ്മീഷൻ, സീറോ ഹാമിൽ നിന്ന് കൊടുക്കുന്ന കമ്മീഷൻ. ദെൻ ഫോറിൻ ട്രിപ്പ്, ഒരു ക്വാളിറ്റി ഉള്ളൊരു ഫോറിൻ ട്രിപ്പ് ഫ്രീ കിട്ടും. ദെൻ അവര് MRPക്ക് വിൽക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പല പ്രോഡക്റ്റ് MRPക്ക് വിൽക്കാൻ പറ്റില്ല. ചില 10-15% എക്സ്ട്രാ വിലക്ക് വിറ്റാൽ പോലും, നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും 10% എക്സ്ട്രാ 15% വിറ്റാൽ പോലും അഡീഷണൽ 1 ലക്ഷം രൂപ കിട്ടും. ഈ ആദ്യത്തെ കാണുന്ന 1.2 ലാക്സ് എന്നുള്ള കമ്പനിയിൽ നിന്ന് മന്തിന്റെ എൻഡിൽ കിട്ടുന്ന ചെക്കാണ്. മനസ്സിലായില്ലേ? ഇത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ദെൻ ഫ്രീ പ്രോഡക്റ്റ്, ഓരോ 5,000 രൂപയ്ക്ക് ഒരു ഫ്രീ പ്രോഡക്റ്റ് ഉണ്ട്. വേറെ ഏത് കമ്പനിക്കകത്തുണ്ട്? ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്ക് വർഷത്തിൽ 2 മാസം 15,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ 750 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. ഇതങ്ങനെയല്ല, ഓരോ 5,000 രൂപയ്ക്ക്. അതൊന്നും നമ്മൾ ഇന്ന്, ഞാൻ ഈ സീറോ ഹാമിൽ വരുന്ന ഓരോരുത്തർക്കും നമ്മുടെ വാല്യൂ അറിയില്ല. സാറേ എനിക്ക് അതില്ല, ഇതില്ല, നമുക്ക് ലെഗ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇത്രയൊക്കെ എവിടെ കിട്ടും? 5,000 രൂപയ്ക്ക് ഈ ക്വാളിറ്റിയുടെ 1000-1 ക്വാളിറ്റി ഉള്ള കമ്പനി പോലും, പറഞ്ഞാൽ ലോക്കലി കോഴിക്കോട് ഉണ്ടാകുന്ന എക്സ്പയറി കഴിഞ്ഞ സാധനം ഡേറ്റ് മാറ്റി വിൽക്കുന്ന കമ്പനി പോലും 5,000 രൂപയ്ക്ക് ഒരു സാധനം ഫ്രീ കൊടുക്കുക. എന്നിട്ട് അത് മനസ്സിലാക്കാതെ നമ്മൾ നിന്നാൽ നമ്മൾ എന്തുമാത്രം വലിയ മണ്ടത്തരായിരിക്കും. നമ്മൾ പലപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 1,20,000 രൂപ പ്രോഡക്റ്റ് ഫ്രീ കിട്ടും ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾക്ക്. അത് ഒരു 6 മാസം കൊണ്ട് വിറ്റാൽ ആ പൈസയായിട്ട് വീട്ടിൽ കിട്ടും. അത് കിട്ടുന്ന പൈസക്ക് വിറ്റാൽ പോലും 1,20,000 രൂപ പ്രോഡക്റ്റ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കാം, ഇതൊക്കെ ആര് കൊടുക്കാൻ പറ്റും? മൊത്തം 4-4.5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഉണ്ട്. 3 മുതൽ 4.5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഈ പറയുന്ന 6 മാസം കൊണ്ട് ഒരു കോച്ചിന് ഉണ്ടാകാം. അതാണ് മോട്ടിവേഷൻ.
മോട്ടിവേഷൻ. അപ്പൊ നിങ്ങൾ കോച്ചസിനെ കണ്ടുപിടിക്കുന്നത് ഒരു കാരണവശാലും റീറ്റെയിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത 6 മാസം കൂടുമ്പോൾ 30 എണ്ണത്തിന്റെ മൾട്ടി വൈറ്റമിൻ മേടിക്കുന്ന ഒരു കോച്ചിനെ കണ്ടുപിടിച്ചാൽ ഈ പരിപാടി എങ്ങും എത്തില്ല. നിങ്ങൾ അഗ്രസീവായിട്ട് നിന്ന് എനിക്കിത് വിജയിക്കണം എന്നൊരു തോന്നലോടുകൂടി എൻ്റെ ലൈഫിൽ അടുത്ത 6 മാസം, ഇപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത ഫോറിൻ ട്രിപ്പ് വരും, ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, അതിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ സെറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് കിട്ടാവുന്ന ഓപ്ഷൻസ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക, നല്ല നല്ല ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക. ഒരു കോച്ചിനെ നിങ്ങൾ ജയിപ്പിക്കേണ്ട 20 കസ്റ്റമർ ഓരോ മാസം കണ്ടുപിടിക്കാൻ കൂടെ നടക്കണം. അവർക്ക് കുറെ വാട്സാപ്പിൽ 100 200 സാധനം ഫോർവേഡ് ചെയ്തിട്ട് കാര്യമില്ല. വാ ഞാനിവിടെ വരാം, നമുക്ക് ആൾക്കാരെ പോയി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നിടത്താണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇല്ല നിങ്ങൾ അപ്ലൈൻ്റെ സഹായങ്ങൾ നോക്കുക, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ലിസ്റ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളൊരു BDM ആണ്, ഒരു കോച്ചിന് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ, ഒരു കോച്ച് കംപ്ലൈൻറ്റ് ചെയ്യണം എനിക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ടാമത് ആലോചിക്കും. കാരണം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, അനാവശ്യമായിട്ട് ഞാൻ സ്പോൺസർ ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ കിട്ടണം എന്ന് പറയുന്ന ഒരു ശരിയായ നടപടി അല്ലെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ്. ഇത്ര ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ കൂടെ വരുന്ന കോച്ചസിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അല്ല ബിസിനസ്. അങ്ങനെ ഒരു ബിസിനസ് അല്ല ഇത്. ഇതിനകത്ത് ശരിക്കും നിങ്ങൾക്ക് ഇത്രയധികം ബെനിഫിറ്റ്സ് ഉള്ള ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വെൽനസ് ക്യാമ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 25 ഏപ്രിൽ കോട്ടയത്ത് വെച്ച് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ജീവിതത്തിലെ വിജയങ്ങളല്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും മിച്ചം കിട്ടുന്ന സാധനം മാത്രം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാത്തവരാണ് വെട്ടിപ്പിടിക്കുകയും പോയി ചെയ്യുകയും ചെയ്തത്. അതിന് നിങ്ങൾ വിജയിക്കുക. നിങ്ങൾക്ക് പൈസയെക്കാളും കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അതിന് ചിലപ്പോൾ 10, 500, 1000 ഒരു കോച്ചിന് ഒരു മാസം 6 മാസം കൊണ്ട് 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ആ കോച്ച് ഒരു 1000, 2000 മുടക്കിയാൽ എന്താ തെറ്റുള്ളത്? അത് BDM എന്ത് മുടക്കിയാൽ എന്താ തെറ്റ്? BDM അതിൽ കൂടുതൽ ഉണ്ടാകാം. അപ്പൊ അതൊന്നും ഞാൻ ചെലവാക്കിയില്ല, അതൊക്കെ കമ്പനി ചെയ്ത് തരണം എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ തന്നെ അവരുടെ ലീഡേഴ്സിന് കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി വരും അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇരട്ടിയിൽ കൂടുതൽ ബെനിഫിറ്റ് എങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ആരെങ്കിലും ചെയ്തു തന്നാൽ ഞാൻ അവിടെ പോയി നിൽക്കാം, അല്ല കമ്പനി മുടക്കട്ടെ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ചെയ്യണം, എനിക്ക് വിജയിക്കണം, ഞാൻ പോയി ചെയ്യണം. അങ്ങനെയൊക്കെ ഓടിയാണ് ഞാൻ നേരത്തെ ചെയ്തു ഡയറക്ട് സെല്ലിങ്ങിൽ കോട്ടയത്ത് നിന്ന് മഞ്ചേരി വരെ 10 പ്രാവശ്യം കാർ ഓടിച്ച് പോയിട്ട് ഒരാളെ കിട്ടിയത്. പക്ഷെ ആ ഒരാളെ കിട്ടി ഇന്ന് എൻ്റെ അടുത്ത് 17,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായി. 17,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവനെ ജീവിതത്തിൽ എന്തെങ്കിലും ആവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ബിസിനസ്. ഞാൻ ഇതുവരെ ഇത്ര അഗ്രസീവായിട്ട് ഈ സാധനത്തിനെ കാണാത്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അഗ്രസീവായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടേതായിട്ടുള്ള മീറ്റിംഗ് വെക്കുക. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ തന്നെ എടുത്ത് ലിസ്റ്റ് എടുത്ത് നിങ്ങളെ കോച്ചസിനെ കൂട്ടി മീറ്റിംഗ് വെക്കുക. അഗ്രസീവായിട്ട് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, 6 മാസം സമയമുണ്ട്. ഇതുപോലത്തെ ട്രിപ്പുകൾക്കൊക്കെ സാധാരണഗതി 3 മാസം സമയമാണ്. ഇതിന്റെ ഇരട്ടി ബിസിനസ് വോളിയമാണ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇരട്ടി ബിസിനസ് വോളിയം മാത്രമല്ല, ഒരിക്കലും വിൽക്കുകയല്ലാത്ത കുറെ പ്രോഡക്റ്റ് 30% വിൽക്കണം എന്ന ഒരു കണ്ടീഷനും വെച്ചിട്ടാണ് 1000 പേരെ കൊണ്ട് അവർ തായ്ലൻഡിൽ ക്വാളിഫൈ ചെയ്ത് പോയത്. അപ്പോൾ ഇത് നടക്കിയാലാത്ത കാര്യമല്ല, ഇത് ചെയ്യാൻ തീരുമാനിച്ച ഏതൊരു വ്യക്തിക്കും നന്നായിട്ട് വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. ഈ തായ്ലൻഡിന്റെ കൂടെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ക്രൂസിന്റെ ട്രിപ്പ്. നിങ്ങൾ പറയാം, വെറും 30,000 രൂപയ്ക്ക് ഒരു കോച്ചിനും 35,000 രൂപയ്ക്ക് ഒരു BDM-നും സിംഗിൾ ആയിട്ടും ഇരട്ടി വോളി 60ഉം 70ഉം വെച്ചാൽ അവർ ഫാമിലി ആയിട്ടും അച്ചീവ് ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കോച്ചസിനെയും ഫാമിലി ആയിട്ട് അച്ചീവ് ചെയ്യിപ്പിക്കുക. ഈ മാസത്തെ ടാർഗറ്റ് ആയാലും ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. അങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത്. അഗ്രസീവ് ആയിരിക്കുക, ഞാൻ ചെയ്യും എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പൈസയുടെ ഒന്നും ആവശ്യമില്ല, കിട്ടിയാൽ നമുക്ക് പോകാം. അങ്ങനെ വരുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. അവർ അഗ്രസീവായിട്ട് എനിക്കിത് ചെയ്യണം, 6 മാസം കൊണ്ട് എൻ്റെ ബിസിനസ് സെറ്റാണ്, എൻ്റെ 3 ലെയറിൽ സോളിഡ് ആയിട്ടുള്ള 3 ലെയറിൽ ആൾക്കാരുണ്ടാവും. അവർ നല്ല അഗ്രസീവായിട്ട് ചെയ്യും. ഞാൻ അവരെ തായ്ലൻഡിൽ കൊണ്ടുപോകും. നിങ്ങളുടെ കൂടെ ഒരാളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുത്താൽ ആ ഫാമിലിയോട് ചെന്നൊരു നല്ല കാര്യമായിരിക്കും. അവരുടെ ബിസിനസ്സും സെറ്റാവും, അവർക്ക് കാര്യങ്ങളുണ്ടാവും. കോച്ചിന് ചിലപ്പോൾ 10 100 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിര വരുമാനമുണ്ട്. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ 25,000 മുതൽ 50,000 രൂപ കോച്ചിന് സ്ഥിര വരുമാനമുണ്ടോ? ഇതൊക്കെയാണ് അഗ്രസീവ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും മാക്സിമം ചെയ്യുക. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതൊരു അവസരമാണ്. തായ്ലൻഡ് ട്രിപ്പിനകത്ത് എല്ലാവരും ഉണ്ടാവണം. ഇത് അറ്റൻഡ് ചെയ്യുന്ന കാണുന്ന എല്ലാവരും ഉണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഉടനെ തന്നെ ലീഡർഷിപ്പ് സെമിനാർ നമ്മൾ കൊച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ലീഡർഷിപ്പ് സെമിനാർ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റും. എന്തായാലും നല്ല രീതിയിലുള്ള ട്രിപ്പുകളായിരിക്കും നമ്മൾ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഏപ്രിൽ മാസത്തിലെ ക്രൂസ് ട്രിപ്പിൽ ക്വാളിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഈ മാസം മുതൽ നിങ്ങൾ പോയിന്റ്സ് ഏൺ ചെയ്യാൻ നോക്കുക. നിങ്ങൾ പോയിന്റ്സ് ഏൺ ചെയ്ത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം ഫാമിലിയും കൂടെ കൊണ്ടുപോകാൻ. ഏൺ ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലിയെ കൊണ്ടുവരാം. വേറെ ക്വാളിഫൈ ചെയ്യാത്ത ഒരു കോച്ചസിനെയും BDM-നും കൊണ്ടുവന്ന പ്രശ്നം ഉദിക്കുന്നില്ല.
താല്പര്യമില്ല, നമ്മൾ ടൂർ ഓപ്പറേഷൻ നടത്താൻ താല്പര്യമില്ല, അർഹതപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇപ്പം ഞാൻ ക്വാളിഫൈ ചെയ്ത് എൻ്റെ വൈഫിൻ്റെ ക്വാളിഫൈ എനിക്ക് പറ്റിയില്ല, അപ്പോൾ എൻ്റെ വൈഫിന് വേണമെങ്കിൽ പൈസ തന്നാൽ കൊണ്ടുപോകാം. പൈസ അതിന് എത്രയാണോ ആക്ച്വൽ പൈസ, ചെറിയ പൈസ ആയിരിക്കില്ല എന്നുള്ളത് ഓർക്കുക, അത് കൊണ്ടുപോകാം. പക്ഷേ എൻ്റെ മദറിലെയോ ഫാദറിലെയോ അയലോക്കത്തുള്ളവരെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. കാരണം ഇതൊരു ട്രൂ ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. വളരെയധികം അഗ്രസീവായിട്ട് ജീവിതത്തിനെയും വെൽനെസ്സിനെയും സീറോ ഹാമിനെയും കരിയറായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരെ ട്രിപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതൊരു തുടക്കമാണ്. സീറോ ഹാം എവിടെ എത്തുമെന്നുള്ളത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Qualify for Thailand and qualify for cruise. Bye bye.